A+2 സ്വാഗതം. ഇന്ന് 50 വയസ്സിന് മുകളിലുള്ള അവിവാഹിതരായ സ്ത്രീകൾക്കുള്ള പെൻഷൻ പദ്ധതി സംബന്ധിച്ച വിവരങ്ങൾ പൂർണ്ണമായും ഉൾക്കൊള്ളിച്ചു കൊണ്ടിട്ടുള്ള എപ്പിസോഡാണ്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ഈ വിഷയം സംബന്ധിച്ച് ഇനി നിങ്ങൾക്ക് ആരോടും ഒരു സംശയവും ചോദിക്കാൻ ഇടവരികയില്ല. ഇതിൽ ഈ മാനദണ്ഡങ്ങൾ, അതായത് ആർക്കൊക്കെ അപേക്ഷിക്കാൻ കഴിയുമെന്നും അപേക്ഷിക്കുന്ന ആളുകൾ അപേക്ഷാ ഫോറത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുത്തണം എന്നുള്ള വിവരമാണ് ചേർത്തിരിക്കുന്നത്. സാമൂഹിക സുരക്ഷാ പെൻഷൻ നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖേനയാണ് അപേക്ഷിക്കാനുള്ളത്. തദ്ദേശ സ്ഥാപന സെക്രട്ടറിയാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നതും തുടർ നടപടികൾക്കായി ബന്ധപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി മുഖേന കൗൺസിലിൽ സമർപ്പിക്കുന്നതും. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തുടങ്ങിയ തദ്ദേശ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ ഈ പെൻഷൻ്റെ നടപടിക്രമങ്ങൾ നടന്നു വരുന്നുണ്ട്. 1600 രൂപയാണ് ഇപ്പോൾ പ്രതിമാസം ലഭിച്ചുകൊണ്ടിരിക്കുന്ന തുക. ആദ്യം ഇതിൻ്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1 ലക്ഷം രൂപയിൽ കവിയാത്ത വരുമാനമുള്ളവർക്ക് അപേക്ഷിക്കാം. സർവീസ് പെൻഷനർ ആകരുത്, ഫാമിലി പെൻഷനറും ആകരുത്. ഇൻകം ടാക്സ് കൊടുക്കുന്നവരും ആകാൻ പാടില്ല. ഈ അപേക്ഷകൻ്റെ പേരിലോ ഫാമിലിയുടെ ഏതെങ്കിലും അംഗങ്ങളുടെ പേരിലോ 2 ഏക്കറിൽ കൂടുതൽ ഭൂമി ഉണ്ടാകാൻ പാടില്ല. എന്നാൽ പട്ടിക വർഗത്തിനും ഇത് ബാധകമല്ല എന്നുള്ളതും കൂടി പ്രത്യേകിച്ച് അടിവരയിട്ട് പറയുന്നു. 1000 cc കൂടുതൽ കപ്പാസിറ്റി ഉള്ള ടാക്സി അല്ലാത്ത 4 ചക്ര വാഹനങ്ങൾ ഉണ്ടാകാൻ പാടില്ല. പക്ഷേ അംബാസഡർ വാഹനം ഉണ്ടെങ്കിൽ അത് പ്രശ്നമല്ല എന്നും കൂടി മനസ്സിലാക്കിയിരിക്കുക. സ്വന്തമായി അപേക്ഷകൻ്റെ പേരിൽ സ്വന്തമായിട്ടുള്ള വാഹനത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. കുടുംബത്തിലെ മറ്റ് അംഗങ്ങൾക്ക് വാഹനമുള്ള കാര്യം ഈ മാനദണ്ഡത്തിൽ പറയുന്നില്ല എന്നുള്ളതാണ്. പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്നും വിരമിച്ചവർക്ക് ഈ പെൻഷൻ അപേക്ഷിക്കാൻ അർഹത ഇല്ല. ഈ പെൻഷന് അപേക്ഷിക്കുന്നവർ 50 വയസ്സ് കഴിഞ്ഞവരായിരിക്കണം, അവിവാഹിതർ ആയിരിക്കുകയും വേണം. ഇതിനോടൊപ്പം അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ പറഞ്ഞ മാനദണ്ഡങ്ങൾ കൂടാതെ ഭൗതിക സാഹചര്യങ്ങൾ കൂടി പരിശോധിച്ചതിന് ശേഷമാണ് ഈ പെൻഷൻ അനുവദിച്ച് നൽകുക. ഈ അപേക്ഷ നമ്മൾ നൽകിക്കഴിഞ്ഞാൽ 45 ദിവസത്തിനുള്ളിൽ അതിന് മേൽ തീരുമാനമെടുക്കണമെന്നാണ് സർക്കാർ നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഈ അപേക്ഷകൾ നിരസിച്ചു കഴിഞ്ഞാൽ നിരസിച്ച ഉത്തരവ് കിട്ടി 30 ദിവസത്തിനുള്ളിൽ ജില്ലാ കളക്ടർക്ക് നിങ്ങൾക്ക് അപ്പീൽ കൊടുക്കാൻ കഴിയും. ഇത് പലർക്കും അറിയാത്ത കാര്യമാണ്, പ്രത്യേകിച്ച് അത് മനസ്സിലാക്കിയിരിക്കുക. ഇനി അപ്പീൽ കൊടുത്തു കഴിഞ്ഞിട്ട് കളക്ടർ അപ്പീൽ നിരസിച്ചാൽ നിങ്ങൾക്ക് സർക്കാരിലേക്ക് റിവിഷൻ പെറ്റീഷൻ കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ സർക്കാർ നിങ്ങളുടെ അപേക്ഷ പരിഗണിച്ച് ചിലപ്പോൾ ഈ തുക അനുവദിച്ചേക്കും, ഈ പെൻഷൻ അനുവദിച്ചേക്കും എന്നും കൂടി അറിഞ്ഞിരിക്കുക. ഇനി അപേക്ഷയിന്മേൽ എന്തൊക്കെ നിങ്ങൾ ചേർക്കേണ്ടി വരും എന്നുള്ളതാണ്. നിങ്ങളുടെ പേര് എഴുതണം, അത് മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതേണ്ടതുണ്ട്. ജനനത്തീയതി എഴുതണം, പൂർണ്ണമായ മേൽവിലാസം, കെട്ടിട നമ്പർ വേണം, വീട്ടുപേര് വേണം, പോസ്റ്റ് വേണം, പിൻകോഡ് ഏതാണെന്നും നിങ്ങൾ ആ കോളത്തിൽ എഴുതേണ്ടതുണ്ട്. റെസിഡൻസ് അസോസിയേഷൻ ഉള്ളിടത്തെ വീട്ട് നമ്പർ എന്താണെന്നും കൂടി ആ കോളത്തിൽ എഴുതാനുണ്ട്. റെസിഡൻസ് അസോസിയേഷൻ്റെ പേരും ചേർക്കണം. കെയർ ഓഫ് ആയിട്ടുള്ള മേൽവിലാസം ചേർക്കേണ്ടതും ഉണ്ട്. ഇനി വീടിൻ്റെ സ്ഥാനം സൂചിപ്പിക്കുന്നതിന് ഉപയോഗിക്കാറുള്ള, അതായത് ഇതിന് സമീപമായി ഏതെങ്കിലും സർക്കാർ സ്ഥാപനമോ ആരാധനാലയമോ ശ്മശാനമോ ബാങ്ക് അല്ലെങ്കിൽ സ്വകാര്യ സ്ഥാപനങ്ങളോ എന്നിവ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ആ സ്ഥാനം നിങ്ങൾ സൂചിപ്പിക്കേണ്ടതുണ്ട്. സമീപത്തുള്ള ഇത്തരം സ്ഥാപനങ്ങൾ ഏതാണെന്ന് അതിൽ രേഖപ്പെടുത്തേണ്ടതുണ്ട്. കാരണം ഫിസിക്കൽ വെരിഫിക്കേഷൻ, നേരിട്ടുള്ള പരിശോധനയ്ക്ക് ഈ സ്ഥലം കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഇത് ചേർക്കേണ്ടത്. ട്രാൻസ്ഫോമർ ഉണ്ടെങ്കിൽ അതിൻ്റെ നമ്പരെങ്കിലും എഴുതണം എന്നുള്ളതാണ്. ഇനി വീട് സ്ഥിതി ചെയ്യുന്ന റോഡിൻ്റെ അല്ലെങ്കിൽ സ്ട്രീറ്റിൻ്റെ പേര് കൂടി നിങ്ങൾ ഈ അപേക്ഷാ കോളത്തിൽ എഴുതേണ്ടതുണ്ട്. പ്രധാന സ്ഥലപ്പേര്, അതായത് വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലവും സമീപ പ്രദേശങ്ങളും ഉൾപ്പെടുന്ന ഭാഗത്തിന് അവിടെ ഒരു പേരുണ്ടാകും, ആ സ്ഥലത്തിൻ്റെ പേര്, ആ പേരും നിങ്ങൾ എഴുതേണ്ടതുണ്ട്. ഇനി ഈ തദ്ദേശ സ്ഥാപനത്തിൻ്റെ പരിധിയിൽ
എവിടെയാണ് അപേക്ഷകൻ്റെ വീട് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ കാണിക്കേണ്ടതുമുണ്ട്. മറ്റൊന്ന്, പോസ്റ്റ് ഓഫീസിൻ്റെ പേരും പിൻകോഡും ഒരിക്കൽ കൂടി നിങ്ങൾ വ്യക്തമായും എഴുതേണ്ടി വരും. നിങ്ങൾക്ക് അവശത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച വിശദ വിവരം ചേർക്കണം. അത് കഴിഞ്ഞ് പൊതുവിഭാഗമാണോ, പട്ടികജാതിയാണോ, പട്ടികവർഗമാണോ എന്നുള്ളതും കാണിക്കണം. പിന്നീട് കേരളത്തിൽ താമസമായിട്ട് എത്ര വർഷമായി എന്നും ഒരു കോളത്തിൽ എഴുതേണ്ടതുണ്ട്. ഈ അപേക്ഷകൻ്റെ പേര് ഉൾപ്പെട്ടിട്ടുള്ളതും ഈ തദ്ദേശ സ്ഥാപനത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെട്ടിട്ടുള്ളതുമായ റേഷൻ കാർഡിൻ്റെ നമ്പർ ചേർക്കേണ്ടതുണ്ട്. BPL കാർഡ് ഉടമയാണോ അല്ലയോ എന്ന് എഴുതണം. നിങ്ങളുടെ ഇലക്ടറൽ തിരിച്ചറിയൽ കാർഡ്, അതായത് വോട്ടേഴ്സ് ID നമ്പർ എഴുതണം. ആധാർ നമ്പർ എഴുതേണ്ടതുണ്ട്. എന്നാൽ ഈ ആധാർ ഇല്ലാത്തവരാണ്, പട്ടികവർഗക്കാരാണെങ്കിൽ അവർക്കും അത് എഴുതേണ്ടതില്ല. കിടപ്പ് രോഗികളും 80 വയസ്സ് കഴിഞ്ഞവർക്കും ആധാർ ഇല്ലെങ്കിൽ അത് രേഖപ്പെടുത്തണമെന്നില്ല. പക്ഷേ ഇത് നിങ്ങൾക്ക് ഇല്ല എന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ തദ്ദേശ സ്ഥാപന സെക്രട്ടറി നിങ്ങൾക്ക് ഈ പെൻഷൻ അനുവദിച്ച് നൽകാൻ സാധ്യതയുണ്ട്. രക്ഷകർത്താവിൻ്റെ പേരെഴുതണം, രക്ഷകർത്താവിൻ്റെ തൊഴിലെഴുതണം. ഈ അപേക്ഷിക്കുന്ന വ്യക്തി അഗതിയാണോ എന്നുള്ളതിൻ്റെ വിവരം നൽകണം. അപേക്ഷ നൽകുന്ന വ്യക്തി അഗതി മന്ദിരത്തിലെ അന്തേവാസിയാണോ എന്നും എഴുതേണ്ടതുണ്ട്. മറ്റ് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ഏതെങ്കിലും സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ള വിവരവും കാണിക്കണം. അപേക്ഷക മറ്റാരുടെയെങ്കിലും ആശ്രിതയാണോ, ആരുടെയെങ്കിലും ആശ്രയത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണോ എന്നുള്ളത് എഴുതണം. ഇനി ഈ അപേക്ഷിക്കുന്ന വ്യക്തിയുടെ പേരിൽ ദേശസാൽകൃത ബാങ്ക്, പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ട് എന്നിവ ഉണ്ടെങ്കിൽ ആ ബാങ്കിൻ്റെ പേരും ബ്രാഞ്ചിൻ്റെ പേരും അക്കൗണ്ട് നമ്പരും കാണിക്കേണ്ടതുണ്ട്. വിശദമായ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടുണ്ടെങ്കിൽ ആ വിവരവും കാണിക്കണം. ആകെ വാർഷിക വരുമാനം എത്രയാണെന്നും കാണിക്കണം. പിന്നീട് നിങ്ങളുടെ ഫോൺ നമ്പരും അല്ലെങ്കിൽ നിങ്ങളുടെ കോണ്ടാക്റ്റ് ചെയ്യാൻ കഴിയുന്ന മറ്റ് ആളുകളുടെ ഫോൺ നമ്പരും നിങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. ഇത്രയുമാണ് നിങ്ങൾ അപേക്ഷയിൽ കാണിക്കാനുള്ളത്. ഇനി അതിൻ്റെ കൂടി കൊടുക്കാനുള്ള രേഖകൾ റേഷൻ കാർഡിൻ്റെ ആദ്യത്തെ പേജിൻ്റെയും ഈ അപേക്ഷകൻ്റെ വിശദാംശങ്ങളും നിങ്ങൾ കാണിക്കേണ്ടതുണ്ട്. വിശദാംശം രേഖപ്പെടുത്തിയ പേജിൻ്റെ ഫോട്ടോ കോപ്പിയും ചേർക്കണം. ഇലക്ടറൽ കാർഡ്, അതായത് ഈ ഇലക്ഷൻ ID കാർഡ്, ആധാർ എന്നീ രേഖകളുടെ ഇരുവശങ്ങളുടെയും ഫോട്ടോ കോപ്പി ചേർക്കേണ്ടതുണ്ട്. അപേക്ഷകയ്ക്ക് 50 വയസ്സ് പൂർത്തിയായിരിക്കണം എന്ന് നേരത്തെ സൂചിപ്പിച്ചത് ഓർത്തിരിക്കുക. അപേക്ഷക അവിവാഹിതയാണെന്നുള്ള വില്ലേജ് ഓഫീസറുടെ ഒരു സർട്ടിഫിക്കറ്റ് ഹാജരാക്കാനുണ്ട്. ഈ അപേക്ഷകൻ്റെ പേരിലുള്ള ദേശസാൽകൃത ബാങ്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ട് ഉള്ളതിൻ്റെ ഫോട്ടോ കോപ്പി കൂടി ഈ അപേക്ഷയോടൊപ്പം നിങ്ങൾ ഹാജരാക്കാനുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ 50 വയസ്സ് കഴിഞ്ഞ അവിവാഹിതരായ സ്ത്രീകൾക്ക് ലഭിക്കുന്ന 1600 രൂപയുടെ പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യങ്ങൾ. മറ്റ് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ സംബന്ധിച്ച വിശദ വിവരം ഇതുപോലെ ഇനി ഈ ചാനലിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. നന്ദി.